ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ കുറേ കാലമായി പ്രോപ്പറായിട്ടൊരു ലോങ് ഫോർമാറ്റ് വീഡിയോ ചെയ്തിട്ട്. അപ്പം ഇന്ന് അതാണ് ചെയ്യാൻ പോണത്. അപ്പം നമുക്ക് ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, അപ്പം ക്രിസ്മസിന് പറ്റിയ ഒറ്റ സാരി, അതായത് ആ ക്രിസ്മസ് തീമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒറ്റ സാരിയാണ് കേട്ടോ ഞാനിത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം കാണിച്ചു തരാൻ പോകുന്നത് ഈ രണ്ട് സാരിയുടെയും കൂടെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്രോപ്പ് ടോപ്പ് ആണ്. ബ്ലൗസിന് പകരം ഞാനൊരു ബ്ലാക്ക് ക്രോപ്പ് ടോപ്പ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാ. ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ ഓക്കെ ആണ്, ഒരു നല്ല ക്വാളിറ്റി ഒന്നും പറയാനില്ല, കാരണം അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ഫിറ്റിംഗ് എല്ലാം എനിക്ക് കറക്റ്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ രണ്ട് സാരിയുടെയും കൂടെ ഈ ഒരു ബ്ലൗസ് തന്നെയായിരുന്നു കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു ക്രോപ്പ് ടോപ്പ് ആണിത്. പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഫ്രണ്ടിലോട്ടാണ് കുറച്ച് ഡീപ്പായിട്ടുള്ളത്, ബാക്കിലോട്ട് ഫുൾ കവേർഡ് ആണ്, പിന്നെ ഫുൾ സ്ലീവ്സ് ആണ് കേട്ടോ. ഇവിടെ വിന്റർ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു ബ്ലൗസ് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ചിലപ്പോൾ വാഷ് ചെയ്താൽ ഷ്രിങ്ക് ചെയ്യാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഒരു ക്ലോത്ത് ആണ്, എന്നാലും തരക്കേടില്ല കേട്ടോ. കാണിക്കുന്നത് ഈ ഒരു റെഡ് സാരിയാണ് കേട്ടോ. ഇത് ഞാൻ മീഷോ എന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അഫോർഡബിൾ റേഞ്ചിലുള്ളതാണ്, ഒരു 300 റുപ്പീസിന് താഴെ ഉള്ളൂ കേട്ടോ ഈ സാരിയുടെ പ്രൈസ് വരുന്നത്. അപ്പൊ ഇതിന്റെ ക്ലോത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ഒന്നും അല്ല. നമുക്ക് സീ ത്രൂ ആണോന്ന് വെച്ചാൽ അത്ര സീ ത്രൂ അല്ല, ഒരു കോട്ടൺ ക്ലോത്ത്, ഒരു നോർമൽ കോട്ടൺ ക്ലോത്ത് ആണ്. പിന്നെ ഞാനിത് റിട്ടേൺ ചെയ്യാണ്ടിരുന്നത് എന്താ വെച്ചാൽ നമുക്ക് ബാക്ക് ഡ്രോപ്പ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ റിട്ടേൺ ചെയ്യാണ്ടിരുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഇത് ഭയങ്കര ബോഡി ഹഗിങ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ്. നമ്മൾ ഉടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. എനിക്കാണെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും സാരി ഡ്രൈപ്പിംഗ് അറിയത്തില്ല, പക്ഷെങ്കിൽ ഇതെനിക്ക് നല്ല ഈസി ആയിട്ട് ഉടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് ടാസൽസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതെ, ഈ നമുക്ക് ഇതിന്റെ മുന്താണിയിൽ ഇങ്ങനെ ടാസൽസും വരുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാരിയാണ്. പിന്നെ ഡാമേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അതായിരുന്നു കേട്ടോ ഇത് വന്നപ്പോ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത്, ഡാമേജ് വല്ലതും ഉള്ള പ്രൊഡക്റ്റ് ആണോ എന്നായിരുന്നു നോക്കിയിരുന്നത്. ഡാമേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര ബോഡി ഹഗിങ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ പിന്നെ അത് റിട്ടേൺ ചെയ്തില്ല. ഇതിനൊന്നും കൂടെ ഞാൻ അധികം ഓർണമെന്റ്സ് ഒന്നും സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആകെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചെയിൻ മാത്രമാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ഇത് ഇത്ര ഹെവി ആയിട്ട് കാണുന്നുണ്ടെങ്കിലും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നല്ല അടിപൊളി നല്ല രസമുള്ള ഒരു ചെയിനാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ കുറെ കാലം കാട്ടിലിട്ട് വെച്ചിട്ട് ഇത് ഞാൻ എൻ്റെ ബർത്ത്ഡേ ആയപ്പോഴായിരുന്നു കേട്ടോ ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അങ്ങനെ കാണുന്ന അത്ര ഹെവി ഒന്നും അല്ല. പക്ഷേ ഈ സാരിയുടെ കൂടെ എടുത്തിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെയൊക്കെ ക്ലിപ്സ് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്തേക്കാം കേട്ടോ. രണ്ടാമത് ഞാൻ എടുത്തത് ഈ ഒരു സാരിയാണ്. ഇതൊരു ഗ്രീൻ കളർ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു കാണുമ്പോഴേ കുറച്ചൊരു ജൂട്ട് ടൈപ്പ്, അതാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. ഇത് എന്ത് ക്ലോത്ത് ആണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. കുറച്ചൊരു ഷൈനിയാണ്, ഒരു ജൂട്ട് കൈൻഡ് ഓഫ് ക്ലോത്ത് ആണ് വരുന്നത്. നല്ല നമ്മൾ ഉടുത്താലില്ലേ, ഇത് ഉടുക്കാൻ എളുപ്പമാണ്, വലിയ പാടില്ല. പക്ഷെ ഉടുത്താലേ കുറച്ചിങ്ങനെ ഓർഗൻസൊക്കെ നിൽക്കുന്ന പോലെ കുറച്ച് പടപടാന്ന് നിൽക്കുന്ന ഒരു ടൈപ്പ് ക്ലോത്ത് ആണ്. നല്ല കളർ എനിക്ക് ഇഷ്ടമാണ്. ഇതിന്റെ കൂടെ വിത്ത് ബ്ലൗസ് ഉണ്ടായിരുന്നു. മറ്റേ സാരിയുടെ കൂടെ ബ്ലൗസ് പീസ് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിന്റെ കൂടെ ഒരു കലംകാരി ബ്ലോക്ക് പ്രിന്റോ മറ്റോ ഒരു ബ്ലൗസ് പീസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് ഒരു 600 to 800 റേഞ്ചിൽ വരുന്ന ഒരു സാരി ആയിരുന്നു. ഇത് ഞാൻ കുറേ ആയി വാങ്ങിയിട്ട്. അപ്പൊ ഇതൊരു ക്രിസ്മസ് തീമുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും അത്യാവശ്യം നല്ല അഫോർഡബിൾ ആണ്. പക്ഷെ ഇത് നല്ല കുറച്ചും കൂടി മറ്റേ സാരിയെക്കാട്ടിലും കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ഒരു സാരിയാണ് ഇത്. ബ്ലോക്ക് പ്രിന്റ് ആ ഒരു കലംകാരി ടൈപ്പ് ഒരു ബ്ലൗസ് പീസ്, ഒരു ഡാർക്ക് ഗ്രീനിന്റെ ബ്ലൗസ് പീസും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഒരു ബ്ലൗസ് ആയിരുന്നു അന്ന് ഇത് ഞാൻ ഇടാൻ നേരം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് നല്ലൊരു നമുക്ക് ക്രിസ്മസ് വൈബ് തരുന്ന ഒരു സാരിയാണ്. ഈ ഗ്രീൻ സാരിയുടെ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്
വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചെയിൻ ആയിരുന്നു. ഇത് ഞാനൊരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് കുറേ കാലം മുമ്പ് ജാംനഗർ ഗുജറാത്തിലായിരിക്കുന്ന സമയത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളതായിരുന്നു. ഇതിപ്പോഴും എൻ്റെ അടുത്തുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ നന്നായിട്ട് മാച്ചായി പോകുമെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഇതിന്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്ര തന്നെയുള്ള വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും വിചാരിക്കുന്നു. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും മെറി ക്രിസ്മസിന്റെ അഡ്വാൻസ്.